സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് ഉയർന്നതിനോടൊപ്പം മുന്നണികൾ തമ്മിലുള്ള വാക്കുതർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമാകുകയാണ്. ഈ സാഹചര്യത്തിൽ UDF ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് എല്ലായിടത്തും വ്യക്തമായ UDF തരംഗമുണ്ടെന്ന് സതീശൻ അവകാശപ്പെട്ടു. ഈ തിരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടുമെന്നും അതിലൂടെ അധികാരത്തിൽ എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവർത്തകരുടെ പ്രവർത്തനക്ഷമതയും ഏകോപനവുമാണ് ഇത്തവണത്തെ പ്രധാന ശക്തിയെന്ന് ചൂണ്ടിക്കാട്ടിയ സതീശൻ, എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച പ്രവർത്തന കാലഘട്ടമാണിത്. നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു. സർക്കാരിനെതിരെ ജനങ്ങളിൽ ശക്തമായ വിരോധമുണ്ടെന്ന വിലയിരുത്തലും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഭരണത്തോടുള്ള അസംതൃപ്തിയും ജനങ്ങളിൽ ഉയർന്നിരിക്കുന്ന മാറ്റത്തിനുള്ള ആഗ്രഹവുമാണ് UDFന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ UDF 100 സീറ്റുകൾ വരെ നേടുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇതിനിടെ LDF ഭാഗത്തു നിന്ന് ഉയർന്ന ഒരു പരാമർശം പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. CPM നേതാവും സെക്രട്ടറിയുമായ MA ബേബി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാൻ LDFന് കഴിയും എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമാകുന്നത്. വനിതാ നേതാക്കളെ മുന്നോട്ട് വെക്കാനുള്ള ശേഷി LDFനുണ്ടെന്നും അത് അവരുടെ ശക്തിയാണെന്നും സൂചിപ്പിച്ചായിരുന്നു MA ബേബിയുടെ പ്രതികരണം. ഈ പരാമർശത്തെക്കുറിച്ച് പ്രതികരിച്ച സതീശൻ, മുൻ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി പ്രൊജക്ട് ചെയ്തതുകൊണ്ടാണ് LDF വിജയിച്ചതെന്ന് ഓർമ്മിപ്പിച്ചു. അതേ രീതിയിൽ ഒരു മുഖം മുന്നോട്ട് വെച്ചതിലൂടെ മാത്രം ഇനി വിജയം നേടാൻ കഴിയില്ലെന്നും പ്രത്യേകിച്ച് വനിതാ മുഖ്യമന്ത്രിയെ മുന്നോട്ട് വെക്കുന്നതിലൂടെ മാത്രം ജനവിധി മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. MA ബേബിയുടെ പ്രസ്താവനയെ പരിഹസിച്ചു കൊണ്ടറിയാവുന്ന ആളല്ലേ MA ബേബി, അപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. ഈ പരാമർശം തന്നെ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിനോടനുബന്ധിച്ച് മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുപ്പം നേടുമെന്ന സൂചനകളാണ് ഈ പ്രതികരണങ്ങൾ നൽകുന്നത്. UDF ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ LDFും പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള വാക്കുതർക്കങ്ങളും തന്ത്രപ്രഖ്യാപനങ്ങളും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് മുന്നേറുമ്പോൾ ഓരോ പ്രസ്താവനയും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. അത് തന്നെ മാറ്റമൊന്നുമില്ല. കാരണം സംസ്ഥാനത്ത് എല്ലായിടത്തും നല്ല UDF തരംഗമാണ്. ഉറപ്പായി 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. ഞങ്ങളുടെ പ്രവർത്തകർ എൻ്റെ ഓർമ്മയിൽ ഇത്രയും നന്നായി പ്രവർത്തിച്ചൊരു സമയമില്ല. നേതാക്കളും പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ടാണ് വർക്ക് ചെയ്തത്. ജനങ്ങളുടെ ഇടയിൽ ഈ സർക്കാർ ഒരു കാരണവശാലും തുടരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരവും ഞങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. ഇത് രണ്ടും ഒന്നു ചേർന്ന് 100-ലധികം സീറ്റുമായി ഞങ്ങൾ തിരിച്ചു വരും.